ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി റിമാൻഡ് ചെയ്യാൻ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ആകാശ് തില്ലങ്കേരി അടക്കമുള്ള പ്രതികളെ റിമാൻഡ് ചെയ്യാനാണ് ഉത്തരവ്. കേസിൽ CPIM പ്രവർത്തകരായ 17 പേരാണ് പ്രതികൾ. അജീഷ് ശിവകുമാർ ചെയ്യുന്നത്. അജീഷ് പറയൂ. സുഹൈല, ഈ 2018 നടന്ന കൊലപാതകമാണ്. അത് 8 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് ഈ കേസിലെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ തുടങ്ങിയത്. ഈ വിചാരണ തുടങ്ങി 2 സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തു. ആദ്യ സാക്ഷിയെ വിസ്തരിക്കുമ്പോൾ തന്നെ അവരെ 1 മുതൽ 5 വരെയുള്ള പ്രതികളെ തിരിച്ചറിയുകയും ചെയ്തു. ഇതിനിടയിൽ ഈ പ്രതികളായിട്ടുള്ള ചിലർ ഇത് കോടതി ഇവിടെ നിന്ന് മാറ്റണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ ചില സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഈ പ്രോസിക്യൂട്ടർ ആരോപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 ദിവസം മുന്നേ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഒരു അപേക്ഷ നൽകിയത്. ഇത് പരിഗണിച്ചുകൊണ്ടാണ്, അതായത് ഈ വിചാരണ തടസ്സപ്പെടുത്താൻ പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്താണ് ഈ പ്രതികളെ എല്ലാവരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. 17 പ്രതികളാണ്, CPM പ്രവർത്തകരായിട്ടുള്ള 17 പേരാണ് ഈ കേസിലെ മട്ടന്നൂരിലെ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ. അതിൽ ആകാശ് തില്ലങ്കേരി അടക്കമുള്ള പ്രതികളെയാണ് ഇപ്പോൾ വീണ്ടും ജാമ്യം റദ്ദാക്കി റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അജീഷ്, ഇതൊരു രാഷ്ട്രീയം കൂടിയില്ലേ? കാരണം മുൻ സർക്കാർ CPIMന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ഈ കേസിൽ CBI അന്വേഷണം ഉണ്ടാകരുതെന്ന ആവശ്യം CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജിക്കെതിരെ സുപ്രീം കോടതി വരെ സമീപിച്ച് സർക്കാർ പോയ കേസ് കൂടിയാണിത്. സ്വാഭാവികമായിട്ടും 8 വർഷം മുൻപാണ് ഈ കൊലപാതകം നടന്നത്. വിചാരണ തുടങ്ങുന്നത് കഴിഞ്ഞ ആഴ്ച മാത്രമാണ്. ഈ പലതവണ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഈ ഷുഹൈബിന്റെ കുടുംബം കോടതി അടക്കം സമീപിച്ചെങ്കിലും സുപ്രീം കോടതി വരെ പോയി സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം മുടക്കിയാണ് CBI അന്വേഷണം വരെ തടസ്സപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടും വളരെ കാലം നീണ്ടുപോയ ഒരു കേസ് കൂടിയാണിത്. അത് ഏറ്റവും ഒടുവിൽ വിചാരണ തുടങ്ങിയ ആ ഒരു ഘട്ടത്തിലാണ് ഇടപെടൽ, അത് കോടതി മാറ്റണമെന്നൊരു ആവശ്യം പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ജൂൺ 14 വരെയാണ് ഈ വിചാരണ നടത്താൻ കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ 2 സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തു. ബാക്കി സാക്ഷി വിസ്താരമൊക്കെ നടക്കാൻ പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു നീക്കം പ്രതികളുടെ ഭാഗത്തുനിന്ന് ആദ്യം ഉണ്ടായത്. തുടർന്ന് ഈ പ്രതികൾ പുറത്തു നിന്ന് കഴിഞ്ഞാൽ അത് സ്വതന്ത്രമായ സാക്ഷി വിസ്താരം നടക്കില്ല എന്നൊരു ആരോപണം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് 2 ദിവസം മുൻപ് അപേക്ഷ കൊടുത്തത്. ഈ അപേക്ഷ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കുകയായിരുന്നു. ഈ പരിഗണിച്ചാണ് ഈ 17 പ്രതികളെയും ജാമ്യം റദ്ദാക്കി വിചാരണ കഴിയുന്നവരെ റിമാൻഡ് ചെയ്യാൻ കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.